കഴിച്ചതൊക്കെ കുറച്ച് കുറഞ്ഞു എങ്കിലും ഉള്ളൂ. കണ്ടാലൊരു ഉപ്പുമാവിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും അത് പോഹയാണ്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടാക്കി നാളെ കാണിച്ചു തരാട്ടോ. പിന്നെ രാവിലെയുടെ ഉച്ചയുടെ ഇടയ്ക്കുള്ള സമയം അപ്പൊ കഴിച്ചതാണ് ഈ ചിക്കൻ ഫ്രൈ. ഇത് ഓൾറെഡി മസാലയെല്ലാം പുരട്ടിയ ചിക്കനാണ് വാങ്ങി. നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ. പഴുത്തമാങ്ങ എന്ന് പറഞ്ഞ് പഴുത്തമാങ്ങ ഒരെണ്ണം വാങ്ങി. അതാണ് ഒടുക്കത്തെ പുളി. പിന്നെ ഞാനും പുളി തമ്മിൽ ഒരിക്കലും ഒത്തുപോയില്ല. കുറച്ച് മധുരം കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ആ മാങ്ങ കഴിച്ചത്. എന്നിട്ട് ആ മാങ്ങ നാഗ കിട്ടിയത് പുളിയാ. ആ സ്ഥിതിക്ക് മധുരത്തിന് വേണ്ടി നമുക്ക് ഐസ്ക്രീം കഴിക്കാം. വന്ന് അടുത്ത പുളി. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മുന്തിരി വായി വെക്കാൻ കൊള്ളൂലായിരുന്നു, അത്രയും പുളി. അതുകൊണ്ട് ഇപ്പൊ അത് തീർക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമുളക് ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു സ്നിക്കേഴ്സ് കുറച്ച് സാധനം വാങ്ങാൻ പോയപ്പോ അവിടെ ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ടപ്പോ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. പിന്നെ എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചേട്ടൻ ഇത് എടുത്തിട്ടാണ് വന്നത്. അത് ഞാൻ കഴിച്ചു. അന്നാ കടയിൽ നിന്ന് പേരറിയാത്തൊരു ഫ്രൂട്ട് എടുത്തില്ലായിരുന്നു. അതിന്റെ പേര് മാത്രമല്ല എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് സാധാ ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെ കട്ട് ചെയ്ത് കഴിച്ചപ്പോഴേക്കും ഒരുമാതിരി ടേസ്റ്റ്. പിന്നാണ് ഞാനൊന്ന് ഗവേഷിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് കഴിക്കേണ്ട സാധനം. എന്നിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയപ്പോ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ലഡുവും വേറെന്തോ സ്വീറ്റ്സും കഴിച്ചു. പിന്നെ കലാപരിപാടി അവസാനിപ്പിച്ചത് നല്ല പൊരിച്ച കോഴിന്റെ ബിരിയാണി കഴിച്ചുകൊണ്ടായിരുന്നു. അതൊരു ഒന്നൊന്നര ഐറ്റാണ് മക്കളെ. അതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. വേഗം കണ്ടും കൂടി ഉണ്ടാക്കി നോക്കോളി.